ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ സകല മേഖലകളിലേക്കും മാർഗദർശിയായിക്കൊണ്ടാണ് അന്ത്യപ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയോഗിക്കപ്പെട്ടത് എന്നാണ് ഇസ്ലാം മതം പഠിപ്പിക്കുന്നത്. ഇസ്ലാം മതത്തിൽ വിശ്വസിക്കുന്ന മുഴുവൻ വിശ്വാസികളും അങ്ങനെ വിശ്വസിക്കൽ അവരുടെ നിർബന്ധ ബാധ്യതയുമാണ്. എന്നാൽ ഈ ഒരു വിശ്വാസം അന്ധമായി കൊണ്ടു നടക്കുന്ന വിശ്വാസികളോട് ഒരു ചെറിയ കാര്യം ചിന്തിക്കാൻ വേണ്ടി ചോദിച്ചോട്ടെ. ലോകാവസാനം വരെയുള്ള മനുഷ്യരുടെ കാര്യമായതുകൊണ്ട് ആ പ്രവാചകനിൽ ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് പരിപൂർണമായ മാതൃകയുണ്ടായിരിക്കണം. ഒരു കാര്യത്തിൽ പോലും മ്ലേച്ഛകരമായതോ മനുഷ്യത്വ വിരുദ്ധമായതോ മാനവിക മൂല്യങ്ങൾക്ക് എതിരായതോ ആയ ഒരു സംഭവവും ഉണ്ടാകാൻ പാടില്ല. ഇതല്ലേ ഏതൊരു മനുഷ്യനും ആ പ്രവാചകനിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഈ 2025 ജീവിക്കുന്ന നമുക്ക് പോലും മ്ലേച്ഛകരവും മനുഷ്യത്വ വിരുദ്ധവും എന്ന് തോന്നുന്ന എത്രയെത്ര കാര്യങ്ങളാണ് ഈ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ പേരിൽ ഇസ്ലാമിക ചരിത്രങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയുന്നത്. അറബിക്ക് അനറബിയേക്കാളോ അനറബിക്ക് അറബിയേക്കാളോ യാതൊരു വിധത്തിലുള്ള ശ്രേഷ്ഠതയുമില്ലെന്ന് ഒരു വശത്ത് പഠിപ്പിച്ച അതേ പ്രവാചകൻ തന്നെ മനുഷ്യരെ അടിമകളായി കാണുകയും തൻ്റെ ജീവിതത്തിൽ അടിമകളായി തന്നെ ആ മനുഷ്യരെ ഉപയോഗിക്കുകയും ചെയ്തു എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ നൂറ്റാണ്ടിൽ നമുക്ക് മാതൃകയാക്കാൻ കഴിയുക? ഇതിൽ നിന്ന് 3 കാര്യങ്ങൾ വ്യക്തമാണ്. ഒന്നാമതായി, പ്രവാചകൻ മുഹമ്മദ് നബി വഫാത്തായി പോകുന്നത് വരെ അടിമത്തം പോലുള്ള ഏറ്റവും മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യത്തെ പരിപൂർണമായി നിർത്തലാക്കാൻ കഴിയാത്തതുകൊണ്ട് ആ ഒരു കാര്യം നിർത്തലാക്കുന്നതിന് വേണ്ടി മറ്റൊരു പ്രവാചകൻ വരേണ്ട സാഹചര്യം നിലനിർത്തിക്കൊണ്ടാണ് അദ്ദേഹം കടന്നുപോയത്. രണ്ടാമതായി, അന്ന് നിലനിന്നിരുന്ന ധാർമ്മിക സദാചാര ബോധം എന്ന് പറയുന്നത് തികച്ചും ഗോത്രീയവും ഒരു കാലഘട്ടത്തിലും അനുകരിക്കാനോ മാതൃകയാക്കാനോ കഴിയാത്ത വിധം അധപ്പതിച്ച രൂപത്തിലും ഉള്ളതായിരുന്നു. മൂന്നാമതായി, മുഹമ്മദ് നബിയിൽ നമുക്കിന്ന് മാതൃകയാക്കാൻ കഴിയുന്നതും അല്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് എന്ന് ഈ ഇസ്ലാമിക ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു പ്രവാചകൻ ലോകാവസാനം വരെയുള്ള മനുഷ്യർക്ക് ഒരു സമ്പൂർണ്ണ മാതൃകാ പുരുഷനാണെന്ന് പറയാൻ സാധിക്കുക?